പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്മ വേദയെ കോൾ ചെയ്യുന്നുണ്ട്. വേദ ഫോൺ എടുത്ത് ഹലോ എന്ന് ചോദിക്കുന്ന സമയത്ത് പത്മ കരയുകയാണ്. എന്തു പറ്റി അമ്മേ, എന്തിനാ കരയുന്നേ, പറ അമ്മേ എന്ന് പറയുമ്പോൾ പത്മ ഒന്നും മിണ്ടുന്നില്ല, കരയുക തന്നെയാണ് ചെയ്യുന്നത്. വേദയുടെ ടെൻഷനായിട്ടുള്ള ചോദ്യം കേട്ട് ശ്രീജയും മാഷും വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മാഷ് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ? വേദ കോൾ കട്ടാക്കിയിട്ട് പറയുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല അച്ഛ, അമ്മ കരയുന്നുണ്ട്, എന്താണെന്ന് പറയുന്നില്ല, ഞാനൊന്ന് പെട്ടെന്ന് ചെല്ലട്ടെ, എന്തോ പ്രശ്നമുണ്ട് വീട്ടിലെന്ന് പറയുന്നു. മാഷ് ചോദിക്കുന്നുണ്ട്, വേദേ ഞാനും കൂടെ വരണോ നിൻ്റെ കൂടെ? ഏയ് വേണ്ട അച്ഛ, ഞാൻ പോയിട്ട് വരാം. ശരി മോളെ, നോക്കി പോണേ എന്ന് മാഷ് പറയുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വേദ വീട്ടിലെത്തുന്നുണ്ട്. വേദയെ കണ്ടതും പത്മ ഓടി വന്ന് വേദയെ കെട്ടിപ്പിടിച്ച് സങ്കടത്തോടെ കരയുന്നുണ്ട്. എന്ത് പറ്റി അമ്മേ, എന്താന്ന് കാര്യം പറയൂ. അത് മോളെ, നമ്മുടെ അച്ഛനെ കാണാനില്ല, ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. പോലീസിൽ അറിയിച്ചാൽ അച്ഛനെ കൊല്ലുമെന്നാണ് അവർ പറയുന്നത്. ഇത് കേട്ട് നമ്മുടെ വേദ ഞെട്ടുന്നുണ്ട്. എന്ത്, അച്ഛനെ കാണാനില്ലെന്നോ? നിങ്ങൾ എന്തായി പറയുന്നത്? അപ്പോഴേക്കും ശ്രീ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് ശരിയാണ്, അച്ഛനെ കാണുന്നില്ല. കൊണ്ടുപോയവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, പോലീസിൽ അറിയിച്ചാൽ അച്ഛനെ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞു. ആരുടെ ഫോണിലേക്കാണ് വിളിച്ചതെന്ന് വേദ ചോദിക്കുന്നുണ്ട്. ശ്രീ പറയുന്നുണ്ട്, എൻ്റെ ഫോണിലേക്ക് തന്നെയാണ് വിളിച്ചിരുന്നത്, ഞാൻ അന്വേഷിച്ചു, കോർട്ടിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ളവരെല്ലാം പറയുന്നത് കോടതിയിൽ ഇപ്പോൾ ഏതോ കൂൾ ഡ്രിങ്ക്സ് കമ്പനിയുടെ കേസുമായി ബന്ധപ്പെട്ട വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടാണോ അച്ഛൻ മിസ്സിംഗ് ആയിരിക്കണമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഒരു പൊന്നുചാമി പറയുന്ന ഒരു ആള് ഈ കമ്പനിക്കെതിരായി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ പേടിയാവുന്ന വേദേ. നമ്മൾ പോലീസിൽ അറിയിച്ചാൽ അവരുടെ ആളുകൾ പോലീസിലുണ്ടോ എന്നും അറിയത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കേസ് കൊടുക്കുന്ന അതേ സമയം ഈ കൊണ്ടുപോയ ആളുകൾ അറിയും. അങ്ങനെ അച്ഛനെ അപായപ്പെടുത്തിയാൽ എനിക്ക് പേടിയാവുന്ന വേദയെന്ന് വീണ്ടും ശ്രീ പറയുന്നുണ്ട്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും ശ്രീ, നമ്മൾ എന്താ ചെയ്യുക, നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുമ്പോൾ ശ്രീ പറയുന്നുണ്ട്, ഇല്ല വേദ, എനിക്കൊരു വഴിയും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഞാൻ കുറേ നേരമായി ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല ചേട്ടാ, ഏതൊരു പ്രശ്നവും സോൾവ് ചെയ്യാൻ ഒരു പോംവഴി ഉണ്ടായിരിക്കും, അത് നമ്മൾ കണ്ടുപിടിച്ചേ തീരൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ ആലോചിക്കുന്നുണ്ട്. വിക്രമാണെങ്കിൽ വർക്ക്ഷോപ്പിൽ വളരെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജേട്ടൻ ചോദിക്കുന്നുണ്ട്, വിക്രം, ജസ്റ്റിസ് ശങ്കരനാരായണൻ വളരെ നല്ല മനുഷ്യനാണ്, അദ്ദേഹം ദേഷ്യം വരുമ്പോൾ നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുള്ളത് ശരിയാണ്, പക്ഷേ നിനക്കൊരു ആപത്ത് വന്നപ്പോൾ, നിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ, നീ ജയിലിലായിരിക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടി ജഡ്ജ് എന്നുള്ള പദവി പോലും വേണ്ടെന്ന് വെച്ച് വെറും ഒരു വക്കീലായിക്കൊണ്ട് നിനക്ക് വേണ്ടി വാദിച്ച് നിന്നെ പുറത്തു കൊണ്ടുവന്ന ആളാ നീ, അത് ഓർക്കണം വിക്രം എന്ന് പറയുന്നുണ്ട്. അതെ രാജേട്ടാ, അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. അദ്ദേഹം എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. ആ ഒരു മനുഷ്യന് ഇങ്ങനെയൊരു ആപത്ത് വന്നല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ആ ഒരു വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിനോടുള്ള നന്ദി ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കും, എന്താ ഞാൻ ചെയ്യേണ്ടത് രാജേട്ട എന്ന് ചോദിക്കുമ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, വിക്രം നീ ഒന്നും ചെയ്യേണ്ട, നീ അറിയാത്ത ഭാവത്തിൽ നിൽക്ക്, ഇതിനു വേണ്ടി ഒന്നും ചെയ്യരുതെന്നല്ലേ നമ്മുടെ ശ്രീനി സാറ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നീ എന്തിനുമെങ്കിലും പുറപ്പെട്ടാൽ അവർ നിന്നെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇതിന് പിറകിൽ വലിയ വലിയ ആളുകളാണ്. എന്തായാലും ശ്രീനിവാസൻ സാറ് നിന്റെ നല്ലതിന് വേണ്ടി തന്നെയല്ലേ എല്ലാം പറയത്തുള്ളൂ. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും പറയുന്നത്, ഞാനും ചിന്തിക്കുന്നത്. ശ്രീനിവാസൻ സാറ് പറഞ്ഞതിന് അപ്പുറം എനിക്ക് പോകാനും പറ്റത്തില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യും ചേട്ടാ? നീ ആ വേദയ്ക്കൊന്ന് വിളിച്ചു നോക്ക്. രാജേട്ടൻ പറയുന്നുണ്ട്, വേദ ഇതെന്തെങ്കിലും അറിഞ്ഞോ? ഏയ് ഇല്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിരുന്നെങ്കിൽ അവളെ എന്നെ വിളിക്കേണ്ടതായിരുന്നു. എന്തായാലും നീ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും നീ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയെങ്കിലും നീ അവളെ അടുത്തേക്കൊന്ന് ചെല്ലടാ എന്ന് പറയുന്നുണ്ട് രാജേട്ടൻ. അപ്പോഴേക്കും വിക്രമിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. വിക്രം ഫോൺ എടുത്ത് രാജേട്ടനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ രാജേട്ടൻ, നമ്മൾ അവളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും അവളിതാ വിളിക്കുന്നു. രാജേട്ടൻ പറയുന്നുണ്ട്, നീ വിക്രം വേഗം ഫോൺ എടുത്ത് എന്താണെന്ന് ചോദിക്ക്. പെട്ടെന്ന് തന്നെ വിക്രം കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ, എന്ത് പറ്റി വേദേ? അല്ല വിക്രം, എനിക്ക് അർജൻറ്റായി നിന്നെ ഒന്ന് കാണണം, പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാവോ? എന്താ കാര്യം പറയേ? അത് ഞാൻ വന്നിട്ട് പറയാം. അർജൻറ്റാണ് വിക്രം, ഇന്നിങ്ങനെ അർജൻറ്റാണെന്ന് വേദ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഞാൻ എങ്ങോട്ടേക്കാണ് വരേണ്ടത്? നീ നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് വാ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വേദ
വിക്രം അർജൻറ്റാണ് കേട്ടോ, എൻ്റെ ജീവൻ പോകുന്ന കാര്യമാണ്, നീ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട്. വേഗം തന്നെ വിക്രം ഫോൺ കട്ട് ചെയ്ത് ജാർജേട്ടനോട് പറയുന്നുണ്ട്, രാജേട്ടാ അവൾ എന്തോ അറിഞ്ഞിട്ടുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, ഞാൻ എന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വേദിയുടെ അടുത്തേക്ക് പുറപ്പെടുകയാണ് വിക്രം. കോഫി ഷോപ്പിലെത്തുന്ന വിക്രം ടെൻഷൻ അടിച്ചിരിക്കുന്ന വേദയാണ് കാണുന്നത്. വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. വിക്രം, എന്നെ നിനക്ക് തീരെ ഇഷ്ടമല്ല, പക്ഷേ ഞാൻ വിളിച്ച ഉടനെ തന്നെ നീ ഇങ്ങോട്ടേക്ക് എത്തി, ഒരുപാട് താങ്ക്സ് ഉണ്ട് വിക്രം. വിക്രം പറയുന്നുണ്ട്, നീ എന്തിനാ വിളിച്ചത്? അത് അച്ഛനെ കാണാനില്ല വിക്രം. അതെനിക്കറിയാലോ എന്ന് പെട്ടെന്ന് വിക്രം അങ്ങ് പറയാട്ടോ. ഇത് കേട്ട് പെട്ടെന്ന് അന്തം വിട്ട് വേദ ചോദിക്കുന്നത്, നിനക്കറിയാമെന്നോ? അല്ല, നീ പറഞ്ഞപ്പോൾ എനിക്കറിയാമെന്ന്, ഇപ്പോൾ നീ പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്നിങ്ങനെ ഉരുണ്ട് കളിച്ച് വിക്രം പറയുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് വേദ പിന്നെ പറയുന്നുണ്ട്, വിക്രം ആരോ അച്ഛനെ കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്, അവർ വിളിച്ചിരുന്നു, പോലീസിൽ അറിയിച്ചാൽ അവർ അച്ഛനെ അപായപ്പെടുത്തുമെന്നാണ് പറയുന്നത്, നമുക്ക് എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷിക്കണം, നിനക്ക് മാത്രമേ അതിന് പറ്റത്തുള്ളൂ വിക്രം എന്ന് പറയുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഓഹോ ഇപ്പോൾ നീയും നിൻ്റെ അച്ഛനും ഒക്കെ നിയമത്തിൻ്റെ പിറകെ മാത്രമല്ലേ എല്ലാം ചെയ്യാറുള്ളൂ, ഇതും അങ്ങനെ ആയിക്കൂടെ, നിനക്കെന്താ പോലീസിൽ അറിയിച്ചാൽ? അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം നീ കളിയാക്കല്ലേ, പോലീസിൽ അറിയിച്ചാൽ അച്ഛൻ അവരെ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കണോ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ, ഇതിന് പിറകിലാരെന്ന് അറിയാമോ നിനക്ക് എന്നിങ്ങനൊന്നും അറിയാത്ത മട്ടിൽ വിക്രം ചോദിക്കുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, അത് ഒരു കോർപ്പറേറ്റീവ് കമ്പനിക്കാരാണെന്നാണ് പറയുന്നത്. അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ശരി അവരാണിതിന് പിന്നിലെങ്കിലും കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത് സാധാരണക്കാരായ ഗുണ്ടകളായിരിക്കും, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് വിക്രം വേദ വീണ്ടും പറയുന്നുണ്ട്, വിക്രം എന്താണെങ്കിലും പെട്ടെന്ന് ചെയ്യണം, പിന്നെ ഇത് എൻ്റെ അച്ഛനാണെന്ന് ചിന്തിക്കേണ്ട, ഈ ജസ്റ്റിസ് ശങ്കരനാരായണനാണെന്നും നീ കരുതേണ്ട, ഏതെങ്കിലും ഒരു പാവപ്പെട്ട സ്ത്രീ വന്ന് നിന്നോട് കെഞ്ചുകയാണ് എൻ്റെ അച്ഛനെ നീ രക്ഷിക്കണമെന്ന് പറയുന്ന സമയത്ത് നീ മുന്നും പിന്നും നോക്കാതെ അവരെ രക്ഷിക്കത്തില്ലേ, അതുപോലെ ഒരു കേസാണ് ഇതെന്ന് നീ വിചാരിച്ചാൽ മതി, ഞാൻ നിൻ്റെ കാല് പിടിച്ച് പറയാം, എങ്ങനെയെങ്കിലും നീ എൻ്റെ അച്ഛനെ രക്ഷിക്കണം, ഞങ്ങളുടെ എല്ലാം വീടിൻ്റെ വിളക്കാണ് എൻ്റെ അച്ഛൻ, ഞങ്ങളുടെ ദൈവമാണ്, ഒരു കോവിലിലുള്ള ദൈവത്തെ നഷ്ടപ്പെട്ടാൽ ആ അമ്പലത്തിൽ എന്താണ് സംഭവിക്കുക, അതേ അവസ്ഥയാണ് ഞങ്ങളുടെ വീട്ടിലിപ്പോൾ, വിക്രം പ്ലീസ് വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിക്രമിനോട് കെഞ്ചുകയാണ്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ, എനിക്ക് കുറച്ച് സമയം താ, ഇനി നിനക്കൊന്നും പറയാനില്ലല്ലോ, ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട്. കിച്ചണിൽ നിൽക്കുന്ന കമലാമ്മയോട് വിഷം ചോദിക്കുന്നുണ്ട്, അമ്മേ ഇന്ന് വൈകിട്ടും ചോറാണോ? കമലാമ്മ പറയുന്നുണ്ട്, അതേടാ, എല്ലാ സാധനങ്ങളും പൊടികളും എല്ലാം കഴിഞ്ഞിരിക്കണു, അതുകൊണ്ട് വൈകിട്ടും ചോറ് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോറ് ഇങ്ങനെ 2 നേരം ചോറ് വെക്കുന്നത്, സാധനങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ വിശ്വത്തിൻ്റെ ഈ ചോദ്യം കേട്ട് നന്ദിനിക്ക് ദേഷ്യം വരും കേട്ടോ. നന്ദിനി അങ്ങ് എടുത്തടിച്ചതുപോലെ പറയുന്നുണ്ട്, എന്താ വിശ്വാട്ടാ നേരത്തിന് വന്ന് എന്താ ഉണ്ടാക്കണേ എന്നിങ്ങനെ ചോദിക്കുന്നത്, ഇവിടുത്തെ വരുമാനത്തിനനുസരിച്ച് മാത്രമല്ലേ ഇവിടെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് കേൾക്കുന്ന സമയത്ത് ശ്രീജ പറയുന്നുണ്ട്, അതെ നന്ദിനി നീയൊന്നും മിണ്ടാതിരിക്കെ, അവർ സംസാരിക്കുന്നത് അമ്മയോടല്ലേ, നീ എന്തിനാ ഇതിങ്ങനെ സംസാരിച്ച് പ്രശ്നമുണ്ടാക്കുന്നത്? ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നതാണ് ഇവിടെ കുറ്റം, നിങ്ങൾ ചെയ്യുന്നതൊന്നും പ്രശ്നമില്ല അല്ലേ? എന്താ ഇവിടെ അധ്വാനിച്ചു കൊണ്ടിരുന്നത് എൻ്റെ ഭർത്താവും ഇവിടുത്തെ അച്ഛനുമാണ്, ബാക്കിയുള്ളവരെല്ലാം 3 നേരവും വെട്ടി വിഴുങ്ങുകയല്ലേ ചെയ്യുന്നത്? ഇത് കേട്ട് ശ്രീജയും കമലാമ്മയൊക്കെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുക കേട്ടോ. എന്നിട്ട് കമലാമ്മ നന്ദിനിയോട് ഓടിച്ചെന്ന് പറയുന്നുണ്ട്, അതെ നന്ദിനി നിനച്ച് കുറച്ച് ഓവറാവുന്നുണ്ട്, നിർത്ത്. ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, ശരിയാ അമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല, ഞാൻ കുറച്ച് ഓവർ തന്നെയാണ്, പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ളത് ഈ ശ്രീജേച്ചിയോടും വിശ്വേട്ടനോടും കൂടിയാണ്. നിങ്ങൾ കേട്ടോ, എൻ്റെ ഭർത്താവും ഇവിടുത്തെ അച്ഛനാണ് ഇവിടെ അധ്വാനിച്ച് കൊണ്ടുവരുന്നത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ ഇരുന്ന് 3 നേരം വെട്ടി വിഴുങ്ങുക ചെയ്യുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഭർത്താവാണ് ഇങ്ങനെ നേരത്തിന് വന്ന് എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചാലേ നിങ്ങൾ എന്താ പറയുക? ഈ വീട്ടിലേക്ക് ആകെ 200 രൂപയോ 300 രൂപയോ തരുന്നത്, എന്നിട്ട് അവൻ കണ്ടില്ലേ ഇങ്ങനെ നേരത്തിന് ചോദിച്ചുകൊണ്ടിരിക്കും എന്നും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ നിങ്ങൾ കളിയാക്കുകയല്ലേ ചെയ്യാറ്. എന്നിട്ടിപ്പോൾ വിശ്വേട്ടൻ ചോദിക്കുമ്പോൾ അമ്മയ്ക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുകയെന്നുണ്ട് നന്ദിനി.